നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മെമ്മറിയെ പറ്റിയാണ്. നമുക്ക് ഓരോരുത്തർക്കും മെമ്മറി ഓരോ തരത്തിലാണുള്ളത് അല്ലേ? ചില ആൾക്കാർ പറയും, അയ്യോ എൻ്റെ നാക്കിൻ്റെ തുമ്പിലുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ? അത് പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഒരു പഠിക്കുന്ന കുട്ടിക്ക് മെമ്മറി നന്നായിട്ടില്ല. ചില കുട്ടികൾ പറയും, ഞാനൊക്കെ പഠിച്ചതാണ്, പക്ഷേ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ മറന്നു പോകുന്നതിനുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അതിനേക്കാൾ ഉപരി മറന്നു പോവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ നോക്കാം. അപ്പോൾ ആക്ച്വലി മെമ്മറി എന്നുള്ള പ്രോസസ്സ് ഒരു 3 സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്: എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഈ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എൻകോഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഉദാഹരണത്തിന് നമ്മൾ ആപ്പിൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ കളർ വന്നു, അതിൻ്റെ ഷേപ്പ് വന്നു, അത് കടിക്കുന്ന സമയത്ത് അതിന് ആ ഒരു സൗണ്ട് വന്നു, അതിൻ്റെ രുചി വന്നു. ദാറ്റ്സ് എൻകോഡിങ്. എന്തൊക്കെ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ എൻകോഡ് ചെയ്ത് കിട്ടണം. പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെച്ചു നമുക്ക് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യാൻ പറ്റണം. ഇതാണ് ആ പ്രോസസ്സ്. അപ്പോൾ ഈ റിട്രീവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ തന്നെ 2 തരത്തിലുണ്ട്: റിക്കോൾ ആൻഡ് റെക്കഗ്നിഷൻ. റിക്കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയും, നമ്മുടെ പതാകയുടെ ഫ്ലാഗിൻ്റെ കളർ ഉണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അമേരിക്കയുടെ ഫ്ലാഗിൻ്റെ കളർ ഏതാണ്, അപ്പം നമ്മൾ റിക്കോൾ ചെയ്തു. അങ്ങനെയാണ് റിക്കോൾ ചെയ്യുക. മീൻസ് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 തരത്തിലേക്ക് എത്താം. അത് റിക്കോൾ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റീകളക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോസസ്സാണ് റെക്കഗ്നിഷൻ. എന്താ റെക്കഗ്നിഷൻ? അതാണ് നമ്മുടെ കുട്ടികളൊക്കെ എക്സാമിനേഷൻ്റെ സമയത്ത് എഴുതുന്നില്ലേ, മാച്ച് ദ ഫോളോയിങ്. അത് കുട്ടികൾ ചെയ്യുന്നത് റെക്കഗ്നൈസ് ചെയ്യുകയാണ്. മീൻസ് എല്ലാ ആൻസർ ഉണ്ട്, ആൻസർ അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ അകത്ത് പിക്ക് ദ കറക്റ്റ് വൺ. അപ്പം അതാണ് റെക്കഗ്നിഷൻ. അപ്പം നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന സമയത്ത് ഈ 3 പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവും. എൻകോഡ് ചെയ്യാം, സ്റ്റോറേജ് ചെയ്യാം ആൻഡ് റിട്രീവ് ചെയ്യാം. നമ്മൾ കുട്ടികളെ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുള്ള കാര്യമാണ്. എത്ര പ്രാവശ്യം വരെ എഴുന്നേക്കും പഠിക്കുന്ന സ്ഥലത്ത് നിന്ന്? വെള്ളം കുടിക്കാൻ എഴുന്നേക്കും, വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കും, ടോയ്ലറ്റ് പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കും. ഇങ്ങനെ 1 മണിക്കൂർ പഠിക്കാൻ എഴുതി കഴിഞ്ഞാൽ 10 മിനിറ്റേ അവർ പഠിക്കുള്ളൂ ഇല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം, അവർ ആ രീതിയിൽ തന്നെ പഠിക്കുകയും വേണം. അതായത് നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറയാം. എന്താണോ അവർ പഠിക്കുന്നത് അത് ഫോക്കസ് ഓൺ ദാറ്റ് മെറ്റീരിയൽ. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസിൽ തന്നെ ഫോക്കസ് ചെയ്യാം, സോഷ്യൽ ആണെങ്കിൽ സോഷ്യലിൽ തന്നെ ഫോക്കസ് ചെയ്യാം, മലയാളമാണെങ്കിൽ മലയാളത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാം. മാത്രമല്ല ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണോ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷനിൽ തന്നെ അത് വാക്കുകൾ നോക്കി വായിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കാം. അത്ര പോലും ശ്രദ്ധ വേറൊരു രീതിയിലേക്ക് മാറാൻ പാടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡീപ്പർ ലെവൽ ഇൻഫർമേഷൻ. എന്താണോ പഠിച്ചിരിക്കുന്നത് അത് ഡീപ്പായിട്ട് ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് അവരുടെ സ്റ്റോറിയിലൊക്കെ വെക്കും, പിന്നീട് എപ്പോൾ വേണമെങ്കിലും അത് എടുക്കാൻ പറ്റും. അപ്പോൾ ഡീപ്പർ ലെവൽ ഇൻഫർമേഷൻ അത് നിർബന്ധമായി കുട്ടികളെ പഠിച്ചിട്ടുണ്ടാകണം. പിന്നെ ഒരു മെത്തേഡാണ് ഈ ചങ്കിങ്, മെമ്മറൈസിങ് വിത്ത് ചങ്കിങ്. കേട്ടിട്ടുണ്ടാവും നമ്മൾ. അതായത് നമുക്ക് ആ വേർഡ് മീനിങ് കിട്ടിയില്ലെങ്കിലും ആ ഒരു എന്തോ ഒരു രീതി അറിയാം. നമ്മളിപ്പോൾ മൊബൈൽ നമ്പർ ഓർമ്മിക്കുന്ന സമയത്ത് 7090 എന്ന് പറഞ്ഞു 807686 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചങ്ക് ചെയ്ത് കൊടുക്കുക. അല്ലാതെങ്കിൽ ഇപ്പം വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കളേഴ്സിൻ്റെയും ഒക്കെ നെയിം ഒരു പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വെജിറ്റബിൾസ് സെപ്പറേറ്റ് ആയിട്ട്, ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ആയിട്ട്, കളേഴ്സ് സെപ്പറേറ്റ് ആയിട്ട്, അങ്ങനെ അതാണ് ചങ്കിങ് രീതി. ഓർ നമുക്ക് ചെയിനിങ് രീതി കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് പാട്ടിൻ്റെ രൂപത്തിൽ ഇപ്പോൾ കുറേ ഹെഡിങ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു എസ്സേ പഠിക്കുകയാണ്, അപ്പോൾ അതിൽ കുറേ ഹെഡിങ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കൃത്യമായി പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ചെയിനിങ് രൂപത്തിൽ, ഒരു പാട്ടിൻ്റെ രൂപത്തിലൊക്കെ മാറ്റി എഴുതാം. കളർ കോഡ്സ് ഉണ്ട്, കുട്ടികളെ കളർ കോഡ്സ് പഠിപ്പിക്കും. BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കളർ കോഡ്സ് പഠിപ്പിക്കും. അപ്പോൾ അത് ഇതേപോലെ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് പഠിപ്പിക്കാം. നെക്സ്റ്റ് മെത്തേഡാണ്
എങ്ങനെ നിമോണിക്സ് നമ്മളിപ്പോൾ വിബ്ജിയോ നമ്മൾ മഴവിൻ്റെ കളർ എന്താണെന്ന് കുട്ടികളെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പറയും വയലറ്റ്, ഇൻഡിഗോ എന്നും പറഞ്ഞിട്ട് കളേഴ്സ് പറയും ഇല്ലേ, വിബ്ജിയോർ. അതിലൂടെ കുട്ടിക്ക് കളേഴ്സ് മുഴുവൻ കിട്ടി. അപ്പോൾ അതൊരു നിമോണിക്സ് എന്നുള്ള രീതിയാണ്. ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇതിലുള്ള എല്ലാ മെത്തേഡ്സും കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മിക്കാനും കുട്ടികളെ ഓർമ്മിച്ച് പഠിപ്പിക്കാനും പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കുറച്ച് കാര്യങ്ങളെ, ഇപ്പം എക്സാമിനേഷൻ്റെ സമയത്ത് നമുക്ക് മുഴുവൻ കുട്ടികൾ പഠിപ്പിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവണം. പക്ഷേ അല്ലാത്തൊരു സമയത്താണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ഒരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് അങ്ങനെ കുറച്ച് പഠിപ്പിച്ച് കൂടുതൽ ആക്കി കൊണ്ടുവരാം. ഒരു സ്പെസിഫിക് ടു ജനറൽ അങ്ങനെ ഒരു മെത്തേഡായിരിക്കും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇപ്പോൾ ഒരു വലിയൊരു പോർഷൻ പഠിപ്പിക്കാനുണ്ട്, അത് മൊത്തമായിട്ട് പഠിപ്പിക്കുക എന്നതിന് പറയണം. പക്ഷെ കുറച്ച് പോർഷൻ ആദ്യം പഠിപ്പിക്കുക, പിന്നെ എടുക്കുക. നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ പദ്യം പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ അവസാനത്തെ കിട്ടും, നടുവിലത്തെ പോർഷൻ കിട്ടില്ല, മറന്നു പോവുമായിരുന്നു. അതായത് നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ നമുക്ക് വേഗം റിക്കലക്ട് ചെയ്തെടുക്കാൻ പറ്റും, അവസാനത്തെയും ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് കിട്ടും. ഈ നടുവിലത്തെ പോർഷൻ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ മെത്തേഡ് ഏതെങ്കിലും ചങ്കിങ്ങോ അല്ലെങ്കിൽ ചെയിനിങ്ങോ അല്ലെങ്കിൽ നിമോണിക്സ് രീതിയോ ഏതെങ്കിലും ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതിൽ തന്നെ നമുക്ക് തീരെ മനസ്സിലാവാത്ത പോർഷൻ അല്ലെങ്കിൽ തീരെ കിട്ടാത്തൊരു ഫോർമുല, ഇക്വേഷൻസ് ഓർ എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മൾ ഒരു കുഞ്ഞി പേപ്പറിൽ എഴുതിയിട്ട്, അതായത് ഒന്നുകിൽ ടേബിളിലോ അല്ലെങ്കിൽ ചുമരിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാം. ചിലപ്പോൾ നിമോണിക്സ് ആയിരിക്കും, എന്തെങ്കിലും അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻസ് ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് മാത്സിലാണെങ്കിൽ നമുക്ക് കുട്ടിക്ക് ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഇൻ്റഗ്രൽ x raised to n is equal to x raised to n plus അങ്ങനെ പല ഇക്വേഷൻസ് എല്ലാം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് ഒരു ചുമരിൽ ഒട്ടിച്ച് വെക്കാം, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം. ശരിക്കും നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഈ 5R മെത്തേഡ് നിർബന്ധമായിട്ട് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ 5R മെത്തേഡ്? റീഡ്, വായിക്കുക, റെക്കോർഡ്, എന്താണ് പഠിച്ച കാര്യം അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഒരു എക്സാമിനേഷൻ പോകുമ്പോൾ ആ ഒരു സിമ്പിൾ സ്ലിപ്പ് അല്ലെങ്കിൽ കുഞ്ഞി നമ്മുടെ ഫോൺ ബുക്ക് ഡിക്ഷണറി പോലെ കുഞ്ഞി ബുക്ക് മാത്രം മതി, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാം ഓർമ്മ വരും. അപ്പോൾ റീഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക, റിസൈറ്റ് ചെയ്യുക, വീണ്ടും അത് ഉരുവിടണം. ആൻഡ് റിവ്യൂ, വീണ്ടും അത് എന്താണോ പഠിച്ചത് അത് റിവ്യൂ ചെയ്യുക ആൻഡ് റിപ്പീറ്റ്. ഇപ്പോൾ ഈ 5R മെത്തേഡ് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം മറന്നു പോയത് ഇത്രയും സ്റ്റെപ്സ് നമുക്ക് ഈസി ആയിട്ടുള്ള ചങ്കിങ് ഉപയോഗിക്കാം, നിമോണിക്സ് രീതി ഉപയോഗിക്കാം, ചെയിനിങ് രീതി ഉപയോഗിക്കാം, ഓർ ഈസി മെമ്മറൈസേഷൻ, ഈസി ക്യൂസ് എന്തെങ്കിലും ഈസി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞു പേപ്പറിൽ ടേബിളിലോ അല്ലെങ്കിൽ ചുമരിലോ ഒട്ടിച്ചു വെക്കാം. അത് വീണ്ടും വായിപ്പിക്കുക. അപ്പോൾ കാണുന്ന സമയം നമുക്കറിയാം. ഇപ്പോൾ വീട്ടിൽ എവിടെയോ വെള്ളത്തിൻ്റെ ബക്കറ്റ് എവിടെയോ വെച്ച് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാം അത് ഇന്ന സ്ഥലത്തായിട്ടുള്ളത്. അതെങ്ങനെ നമ്മൾ സ്ഥിരമായി കണ്ട് നമുക്ക് തറവായിട്ടാണ്. അപ്പം അതേപോലെ ആയിരിക്കാം നമ്മൾ കുട്ടികളുടെ ഏത് പോർഷൻ നമ്മൾ കോണ്ടന്റ് നോളജ് കൃത്യമായി വ്യക്തമായി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി ഇത്തരം ടെക്നിക്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.